ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് എനർജി ലെവൽ എന്താണ്, അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഇപ്പോൾ ഏത് രീതിയിലാണ്, അവർ പുറമേ കാണിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു രീതികൾ തന്നെയാണോ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്, അതോ അവരെന്തെങ്കിലും ഹൈഡ് ചെയ്തിട്ട് മറ്റൊരു മുഖമാണോ നിങ്ങളുടെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങളുടെ ബന്ധത്തില് ഇപ്പൊ അവരുടെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ അവർ നിങ്ങളെ വേണ്ട എന്ന് പറയുന്ന ആ ഒരു എനർജിയിലാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തിട്ട് എന്ത് രീതിയിലും നിങ്ങൾ ഇനി മുന്നോട്ടേക്ക് അവരുടെ ലൈഫിലേക്ക് അവർക്ക് താല്പര്യമില്ല എന്നുള്ള ഒരു സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ ഒരു രീതിയിലാണ് നിങ്ങളോട് പെരുമാറുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ, അത് തന്നെയാണോ അവരുടെ ഉള്ളില് അവര് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? എന്തെങ്കിലും സിറ്റുവേഷൻസ് കൊണ്ടിട്ട് അവർ ഹൈഡ് ചെയ്യുന്ന ഇമോഷൻസ് ആണോ ഒറിജിനൽ ആയിട്ടുള്ളത്? ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി ലെവൽ കൂടെ നോക്കും. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ടൈംലെസ് ആണ്, അതുപോലെ തന്നെ ജനറൽലെസ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നതുമായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓറയോട് കൂടി തന്നെ ഇരുന്ന് ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Beyond illusion, change, transformation, sorrow, control, receptivity, turning in, the lovers, conditioning, the outsider, patience, moment to moment, the dream, guilt, creativity, compromise, past lives, കോൺഷ്യസ്നെസ് ആണ് വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് എക്സ്പീരിയൻസിങ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരുപാട് വാക്ക് തർക്കങ്ങൾ നിങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് തന്നെ നിങ്ങളെ ഒരു അവോയ്ഡിങ് സ്റ്റേജ് അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും വേണ്ട എന്നൊക്കെ പറഞ്ഞു മാറിപ്പോയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കേസിൽ ആ ഒരു വ്യക്തി ഒന്നും പറയാതെ മാറിപ്പോയവരായിരിക്കും ചിലവരുടെ കേസിൽ. ചിലവരുടെ കേസിൽ പ്രത്യേകിച്ച് റീസൺസോ കാര്യങ്ങളോ ഒന്നും പറയാതെ നിങ്ങളെ വേണ്ട എന്നുള്ള ഒരു ഒറ്റ വാക്കും പറഞ്ഞ് മാറിപ്പോയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എത്രയൊക്കെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അങ്ങോട്ടേക്ക് സംസാരിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിലും അവർ നിങ്ങളുടെ അടുത്ത് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് പോലും ചിലപ്പോൾ തയ്യാറെടുത്തിട്ടുണ്ടാവുകയില്ല. കംപ്ലീറ്റ്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ചിലവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലവരുടെ കേസിൽ ബ്ലോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല, എങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്ക. നിങ്ങൾ ഒരുപാട് ഒരു 10 മെസ്സേജ് അയക്കുമ്പോൾ മാത്രം ഒരു മെസ്സേജ് റിപ്ലൈ അയക്കുന്ന ഒരു സീൻ, ആ ഒരു രീതിയിലൊക്കെ പോകുന്ന ഒരു ബന്ധമായിരിക്കാം നിങ്ങളുടേതെന്ന് പറയുന്നത്. ഒരു വ്യക്തത നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലവരുടെ കേസിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം എന്താണ് കാരണം എന്നുള്ളത്, പക്ഷെ അതിനൊരു തെളിവുകളോ കാര്യങ്ങളോ ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇവർ എന്ത് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളെ വേണ്ട എന്നുള്ളൊരു വാക്ക് മാത്രമായിരിക്കും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നുണ്ടായിരിക്കാം. കംപ്ലീറ്റ്ലി ഒരു അവോയ്ഡിങ് പോലെ. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഈ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർത്തും ഇവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന
ഒരവസ്ഥയായിട്ടാണ് കാണുന്നത്. ഇവർ ഈ കാണിക്കുന്ന രീതിയല്ല തീർച്ചയായിട്ടും ഇവരുടെ ഉള്ളിലുള്ളത്. കാരണം ഇവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സോറോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകാന്തമായിട്ട് ഒരു ഹെർമിറ്റ് എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏകാന്തമായിട്ട് ഒറ്റയ്ക്കിരുന്ന് വേദനിക്കുകയാണ്. അവരുടെ ഇമോഷൻസിനെ അതിപ്പോ ദേഷ്യമാണെന്നുണ്ടെങ്കിലും സങ്കടമാണെന്നുണ്ടെങ്കിലും മറ്റെന്ത് രീതിയിലുള്ള ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇവരുടെ തീരുമാനങ്ങളല്ല ഇപ്പോൾ ഇവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഔട്ട്സൈഡർ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജിയുടെ കാരണം എന്ന് പറയുന്നത് ഒരു ഔട്ട്സൈഡർ തന്നെയാണ്. ഒരു തേർഡ് സിറ്റുവേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വന്നതിന്റെ ഭാഗമായിട്ട് ഇവരെ ഒരുപാട് കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ marital ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം, ചിലവരുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിരിക്കും. എന്തായാലും ഇവരുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു ഔട്ട്സൈഡർ എന്ന് പറയുന്നത് ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ കാണിക്കുന്നത്. ഒരുപക്ഷെ ഇവർക്ക് അത്രത്തോളം ഒരു കമ്മിറ്റ്മെന്റ് ഈ ഒരു തേർഡ് പാർട്ടിയോട് ഉണ്ടായിരിക്കാം. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടിട്ട് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് ഇവർ അകപ്പെട്ടു പോയിരിക്കുന്ന ഒരു അവസ്ഥ, കംപ്ലീറ്റ്ലി ഒരു ട്രാപ്പ് ആയിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് ഈ ഒരു തേർഡ് സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്ത് കളയാനോ മാറ്റി നിർത്താനോ പറ്റാതിരുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും ഇവർ നിങ്ങളെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവരുടെ മനസ്സറിഞ്ഞിട്ടല്ല അവർ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ വേണ്ട എന്ന് ഇവർ പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇവരുടെ മനസ്സ് കൊണ്ടിട്ടല്ല. ഇവർ മറ്റേതോ ഒരു ലോകത്താണ് നിൽക്കുന്നത്. ഇവരുടെ കാര്യങ്ങള് ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇവർ അറിഞ്ഞിരുന്നോണ്ട് ഇവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. നിങ്ങളുടെ പേഴ്സൺ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിനൊന്നും കഴിയാതെ നിൽക്കുന്ന ഒരു ലോ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളുടെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ലെവൽ ഒരു ലോ എനർജിയിൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെയും നിങ്ങളുടെ പേഴ്സന്റെയും ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി അല്ലെങ്കിൽ സിറ്റുവേഷൻ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് കാണിക്കുന്നത്. ഇനി ഈ ഒരു പേഴ്സൺ ഇവർ പുറമേ കാണിക്കുന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണോ അല്ലെങ്കിൽ ഈ ഒരു മനോഭാവം തന്നെയാണോ ഇവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്? ഇവർ എന്തെങ്കിലും ഇമോഷൻസ് നിങ്ങളോട് ഹൈഡ് ചെയ്തിട്ടാണോ കാണിക്കുന്നത് എന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ആദ്യമേ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന ബിയോണ്ട് ഇല്യൂഷൻ ആണ്. ഇവരുടെ ഒരു ചിന്താഗതികൾ എന്നൊക്കെ പറയുന്നത് ഇവർ ചിന്തിച്ചു കൂട്ടുന്നതിന്റെ അപ്പുറത്തേക്കായിട്ട് പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്നതല്ല ഇവർ പ്രാബല്യത്തിൽ വരുത്തുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവർ എന്താണോ ചിന്തിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതി എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ല ഇവർ കാണിക്കുന്നത്, മറ്റൊരു മുഖംമൂടി അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മറ്റാരോ ആണ് ഇവരെ ഭരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഇവിടെ ഔട്ട്സൈഡർ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഔട്ട്സൈഡ് പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവരെ ഇപ്പോ എല്ലാ സാഹചര്യങ്ങളിലും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും കേസിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നുള്ളത് പറയാനായിട്ട് സാധിക്കില്ല. ചിലവരുടെ കാര്യത്തിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഇമോഷൻസും ആകാം, ഫാമിലി ആകാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു റിലേഷൻഷിപ്പ് തന്നെ ആകണമെന്നില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അത് ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസും ആയിരിക്കാം. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു ഔട്ട്സൈഡർ എന്താന്നുള്ളത് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് മുന്നോട്ടേക്ക് എടുക്കുക. അപ്പൊ ആ ഒരു സാഹചര്യം കൊണ്ടിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് ആ ഒരു രീതിയിൽ കാണിച്ച് മാറിപ്പോയിരിക്കുന്നത്. എങ്കിലും അവര് സ്വയം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അവർക്കൊരു ചേഞ്ച് വേണം. അവരുടെ ലൈഫ് ഈ ഒരു രീതിയിലല്ല മുന്നോട്ടേക്ക് പോകേണ്ടത്. കംപ്ലീറ്റ്ലി ഇതിനൊരു ചേഞ്ച് സംഭവിക്കണം. ആ ഒരു ചേഞ്ച് സംഭവിച്ചിട്ട് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ തനിക്ക് ആവശ്യമാണ്. ഈ ഒരു രീതിയിലല്ല ജീവിതത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. കാരണം ഇവരിപ്പോ ഒരുപാട് കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുകയാണ് ഇവരുടെ ഇമോഷൻസ്. മൈൻഡ് എല്ലാം ഇവരുടെ ഒരു കൺട്രോളിൽ അല്ല. ഇവരുടെ രീതികളെല്ലാം ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു സിറ്റുവേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന രീതിയാണ്. അവിടെ അവർ ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മറ്റെന്തെങ്കിലും അവരുടെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഫിനാൻഷ്യൽ ഇടപാടുകൾ ഉണ്ടായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാൻ പറ്റാത്ത അവർക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പൊ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ഒരു എക്സ്ട്രാ marital ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി അവർക്ക് തീർച്ചയായിട്ടും ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളവരാണല്ലോ. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ സാഹചര്യങ്ങൾ ഇവരെ നിങ്ങളിലേക്ക് ഈ ഒരു രീതിയിലേക്ക് പെരുമാറുന്ന രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഒരുപാട് ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ആ ഒരു രീതിയിൽ നിങ്ങളോട് പെരുമാറിയിരിക്കുന്നത്. പക്ഷെ ഇവർക്ക് ഒരിക്കലും നിങ്ങളോട് സ്നേഹമില്ലാത്ത വ്യക്തികളാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളവർ തന്നെയാണ്. അവര് നിങ്ങളോട് കാണിച്ചിരിക്കുന്ന ഈ ഒരു രീതിക്ക് അവർക്ക് തന്നെ സ്വയം ഒരു ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട്. ഇവർ എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിച്ചത്? അതായത് മനസ്സിലുള്ളതല്ലല്ലോ യഥാർത്ഥമായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നത്.
ഇത്രത്തോളം സ്നേഹം നിങ്ങളോട് ഉണ്ടായിരുന്നിട്ടും ഈ ഒരു രീതിയിൽ സ്വയം പെരുമാറേണ്ടി വന്നല്ലോ. നിങ്ങൾ അത്രത്തോളം സ്നേഹം ഇവർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതേപോലെ തിരിച്ചു തരാനായിട്ട് ഇവർക്ക് സാധിച്ചില്ലല്ലോ എന്നൊരു ചിന്ത ഇവരെ ഒരുപാട് ഒരു mental depression stage ലേക്ക്, ഒരുപാട് ഒരു anxiety ലെവലിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇപ്പോഴത്തെ situation ഒരു change വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത്. പുറമേ കാണിക്കുന്നില്ലെങ്കിലും, പുറമേ കാണിക്കാൻ ഇവർക്ക് സാഹചര്യം അനുവദിക്കുന്നില്ല. എങ്കിലും മനസ്സുകൊണ്ട് ഇവർ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ situations എല്ലാം ഒരു പരിവർത്തനം സംഭവിച്ചിട്ട് ഈ ഒരു സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റം വന്നതിന് ശേഷം completely തനിക്കൊരു transformation നടത്തി ആ ഒരു നിങ്ങളുടെ സ്നേഹത്തെ വീണ്ടും receive ചെയ്യാനായിട്ട് തയ്യാറെടുക്കണം. ആ ഒരു തയ്യാറെടുപ്പിലൂടെ നിങ്ങളുടെ ബന്ധത്തിനെ വീണ്ടും വളർത്തി കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലം emotions നെ എല്ലാം control ചെയ്തിട്ട് ഈ ഒരു രീതിയിലേക്ക് തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിച്ചു നിൽക്കുന്നത്. എത്രയും വേഗം ഒരു മാറ്റം വരാനായിട്ട് ഇവർ ഈ ഒരു സമയത്ത് ഒരുപാട് manifest അല്ലെങ്കിൽ pray ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രാർത്ഥന ഇവർ വിശ്വസിക്കുന്ന ആ ഒരു രീതിയിൽ അവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു situation. ആരുടെയൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും, ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു support ഓ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്തൊന്ന് തുറന്ന് സംസാരിക്കണം എന്ന് ഇവരിപ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒട്ടും സാധിക്കുന്നുമില്ല. ഒരുപക്ഷെ ഇവർ ഏറ്റവും comfortable ആയിട്ടുള്ളത് നിങ്ങളുടെ അടുത്തായിരിക്കാം. നിങ്ങളോട് എല്ലാം തുറന്നു പറയുമ്പോഴും നിങ്ങളുമായിട്ട് ഒരു communication നടത്തുമ്പോഴും അതിപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന വ്യക്തികളായിരിക്കും. ഒരു short tempered ആയിട്ടുള്ള person ഒക്കെ ആയിരിക്കും. എങ്കിലും അവർക്ക് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചും അവരെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴൊക്കെ ആണെങ്കിൽ പോലും അവർ okay ആവും കുറച്ച് കഴിയുമ്പോൾ. അല്ലെങ്കിൽ അവർക്ക് അത്രയും comfort zone ആയിട്ടുള്ളത് നിങ്ങളായിരിക്കാം. പക്ഷെ ഈ ഒരു പ്രശ്നങ്ങൾ വന്ന സമയത്ത് നിങ്ങളുടെ രണ്ടുപേരുടെയും കൈവിട്ടും പോയി. മാത്രമല്ല ഇവർ കൂടുതലായിട്ട് create ചെയ്തിട്ടുണ്ട്. പ്രശ്നത്തെ കൂടുതലായിട്ട് രൂക്ഷമാക്കാനായിട്ട് ഇവർ മുൻകൈ എടുത്തിട്ടുണ്ട്. കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മാറിപ്പോകണം എന്നൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ ഒരു പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയും നിങ്ങൾ ഒരുപക്ഷെ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ സ്ഥിരമായിട്ട് ഒരു വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന വ്യക്തികളായിരിക്കും. ഏതൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും വഴക്കുണ്ടാവുമല്ലോ. പക്ഷെ നിങ്ങൾ ഒട്ടും ഇവർ നിങ്ങളെ ഇങ്ങനെ പൂർണ്ണമായിട്ട് avoid ചെയ്യുമെന്നോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ വിചാരിച്ച് കാണുകയില്ല. എന്നാൽ ഇവരിൽ നിന്ന് ഈ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് തീർത്തും നിങ്ങളെ ഒന്ന് depressed ലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയിലായിരിക്കും? ഇവർ കാരണം നിങ്ങൾക്ക് വീണ്ടും ഒരു വേദന സഹിക്കേണ്ടി വന്നല്ലോ എന്നൊരു ചിന്ത ഇവരിലുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും നിങ്ങൾ ഈ ഒരു person ന്റെ അടുത്ത് share ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഇതിനു മുമ്പും നിങ്ങൾക്ക് ഒരു past ഒക്കെ ഉണ്ടായ person ആയിരിക്കും ചിലപ്പോൾ. ഇതിനു മുമ്പ് ഒരുപാട് വേദനകളിലൂടെയൊക്കെ ആയിരിക്കും നിങ്ങൾ ജീവിതത്തിൽ ഉയർന്നു വന്നത്. അപ്പോൾ ഈ ഒരു person ലേക്ക് നിങ്ങൾ എത്തിയപ്പോൾ നിങ്ങൾ അത്രയും comfortable ആയിരുന്നു ഇവരുടെ അടുത്ത്. നിങ്ങളുടെ എല്ലാവിധ feelings ആണെന്നുണ്ടെങ്കിലും emotions ആണെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങൾ ഇവരുടെ അടുത്ത് open up ആയിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഒരു അടി അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒട്ടും accept ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. മനസ്സ് തകർന്നു പോയ ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. എത്രത്തോളം ശ്രമിച്ചിട്ടാണെങ്കിലും ഇവർ ഒട്ടും നിങ്ങളിലേക്ക് അടുക്കുന്നുമില്ല. നിങ്ങൾക്ക് ഇവരുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ ഇനി ഒട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളൊന്ന് silent ആയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഈ ഒരു silence തീർച്ചയായിട്ടും ഈ ഒരു person നെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇവരൊരു ഭയപ്പെടുന്ന stage ൽ തന്നെയാണ് നിൽക്കുന്നത്. നഷ്ടപ്പെടുത്തി കളഞ്ഞോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വിട്ടുപോയോ എന്നൊരു ചിന്ത ഇവരിലേക്ക് കേറിയിട്ടുണ്ട്. ഇവർ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പുറത്ത് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒരു change എത്രയും വേഗം വേണമെന്ന്, ഒരു transformation നടക്കണമെന്നും ആഗ്രഹിക്കുന്നത്. ഇതിലൊരു turning കൊണ്ടുവരണം. ഇതിലൊരു മാറ്റം കൊണ്ടുവരണം. തന്നെ അകപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ഈ ഒരു negative situations, ഈ ബാധിച്ചിരിക്കുന്ന ഈ ഒരു negative ചിന്തകൾ അല്ലെങ്കിൽ ഈ ഒരു third situation ന്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു energy എന്ന് പറയുമ്പോഴേക്കും ഒരു negative energy ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം ഒരു പൂർണ്ണമായിട്ടും ഒരു relief നടത്തി പുറത്തേക്ക് കൊണ്ടുവരണം. അതുവെച്ചാൽ അവരെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരണം. അതിനുശേഷം lovers energy ആണ് വന്നിരിക്കുന്നത്. ഇവർക്ക് നിങ്ങളോട് ഒരുപാട് പ്രണയം, സ്നേഹം ഒക്കെ തോന്നുന്നുണ്ട്. ആ ഒരു പ്രണയവും സ്നേഹവും എല്ലാം നിങ്ങളിലേക്ക് പ്രകടിപ്പിച്ച് നൽകണം. അല്ലെങ്കിൽ അതെല്ലാം നിങ്ങളോട് തുറന്ന് സമ്മതിച്ചിട്ട് അവർ ചെയ്തിരിക്കുന്ന തെറ്റുകളെല്ലാം നിങ്ങളോട് ഏറ്റുപറയണം എന്നൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ conditioning വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു outsider എന്ന് പറയുന്ന situation അല്ലെങ്കിൽ ഇവർ പെരുമാറുന്ന രീതിയെയൊക്കെ ഇവർ സ്വാധീനിക്കുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. ഇവർക്ക് അവിടെ ചിലപ്പോൾ ഒന്നും അങ്ങോട്ട് action എടുക്കാനൊന്നും സാധിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഇവരുടെ phone പോലും ഈ ഒരു situations, third party situation ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു block ചെയ്ത് വെച്ചിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ situations ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർ watch ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു commitment ഇവിടെ കിടക്കുന്നത് കൊണ്ടിട്ടാണ് ഇവർക്ക് പൂർണ്ണമായിട്ടും ആ ഒരു ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് വരാനായിട്ട് സാധിക്കാത്തത്. പക്ഷെ എങ്കിലും patience ആണ് വന്നിരിക്കുന്നത്. വളരെയധികം patience ഓടുകൂടി തന്നെ നിങ്ങളുടെ person ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്.
അവിടെ നിൽക്കുകയാണെന്ന് പറയുന്നത്, അവർ ഈ ഒരു പേഷ്യൻസ് എടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മൊമെന്റ് ടു മൊമെന്റ് അവര് ഓരോ നിമിഷവും അവര് നിങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെയാണ് അവർ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഓർക്കുകയും നിങ്ങളെ ഡ്രീം ചെയ്യുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വീണ്ടും ഒരു സക്സസ് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് സമാധാനം ലഭിക്കുന്നുണ്ട്. സമാധാനത്തോടൊപ്പം തന്നെ അവർക്കൊരു ശാന്തതയും ലഭിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ തൽക്കാലം ഇതിങ്ങനെ മുന്നോട്ടേക്ക് പോകട്ടെ. ആ ഒരു കാര്യങ്ങളിലൂടെ മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോൾ ഇതിനൊരു കോംപ്രമൈസ്, അല്ലെങ്കിൽ ഇവിടെ നിന്നും ഒരു ചങ്ങല പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കോംപ്രമൈസ് നടത്തണം. അത് ഉടനെ തന്നെ അവർ അതിന് വേണ്ടിയിട്ടുള്ള കരുക്കൾ നീക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർ കരുക്കൾ തന്നെയാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ ശാന്തമായിട്ട് ഇരുന്നിട്ടാണ് അവിടെ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം അവർ ഒരുപാട് കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ ഒരു കൺട്രോൾ ചെയ്യുന്ന പേഴ്സൺ ഒന്നും ആയിരിക്കില്ല. അത്രത്തോളം കൺട്രോൾ ഒന്നും ഇവർക്ക് ഇല്ലാത്തൊരു വ്യക്തികളാണ്. എടുത്തുചാട്ടം അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് അത് അവിടെ തീർക്കുക എന്നുള്ള ഒരു രീതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവര് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ അവരെ സ്വയം കൺട്രോൾ ചെയ്യുന്നത്. കാരണം അവരുടെ മനസ്സിന്റെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെയാണ്. നിങ്ങൾ ഇപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് കാത്തിരിക്കും എന്നുള്ള ഇവരുടെ ഒരു വിശ്വാസം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്കറിയാം എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവരെ പൂർണ്ണമായിട്ടും മറക്കാനോ ഉപേക്ഷിക്കാനോ ഒന്നും തന്നെ സാധിക്കുകയില്ല എന്നുള്ളത്. അത് തന്നെയാണ് അവരുടെ ഏറ്റവും കൂടുതൽ ഒരു വിഷമം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നിങ്ങളെയാണല്ലോ ഇത്രത്തോളം വേദനിപ്പിക്കേണ്ടി വന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഇവർ മൈൻഡ് ഒക്കെ കംപ്ലീറ്റ്ലി പോവുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു മൈൻഡിലേക്ക് ഇവർ മാറുകയാണ്. അവർക്ക് സ്വയം വേദനിക്കുകയാണ് അവര്. എന്തൊക്കെ കൂടെ ഉണ്ടെങ്കിലും അതൊന്നും ആസ്വദിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ജോലിയിലേക്ക് കംപ്ലീറ്റ്ലി അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ട്രാവലിംഗിലേക്കൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഒരുപാട് വണ്ടി എടുത്ത് പുറത്തേക്കൊന്ന് കറങ്ങാൻ, ഐ മീൻ യാത്ര പോവുക, ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരിക, മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്യുക, ഈ ഒരു രീതിയിലൂടെയൊക്കെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. സാഹസികമായ ഒരു യാത്രയാണ് താൻ പോകുന്നത് എന്നൊരു തിരിച്ചറിവ് ഇവരിലുണ്ട്. കാരണം പോയി പെട്ടുപോയിട്ടുമുണ്ട്. എന്നാൽ അവർ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് സിറ്റുവേഷൻ, ഇപ്പൊ ഫാമിലി ആയിക്കൊള്ളട്ടെ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, അവിടെ ഒരു ലൈഫ് അല്ല അവർ ആഗ്രഹിക്കുന്നത്. അവർ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ തന്നെയാണ് അവരുടെ യഥാർത്ഥ സന്തോഷം കണ്ടെത്തിയിരിക്കുന്നത്. ആ ഒരു യഥാർത്ഥ സന്തോഷം നിങ്ങളിലേക്ക് ആയതുകൊണ്ട് തന്നെയാണ് മൊമെന്റ് ടു മൊമെന്റ് ഇവിടെ വന്നിരിക്കുന്നത്. അവർ ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതും നിങ്ങളെ അവർ ക്രിയേറ്റ് ചെയ്യുന്നതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പേഴ്സൺ ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ആ ഒരു ഡ്രീം ആണ്, വിഷ്വലൈസേഷൻ ആണ്. ഇവർ നിങ്ങളെ ഒരുപാട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു തിരിച്ചുവരവ് മനസ്സുകൊണ്ട് ഇവർ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും പരസ്പരം പറഞ്ഞു തീർത്തിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തികളായിരിക്കാം നിങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു വഴക്കുകൾ പോലെ തന്നെയായിരിക്കാം ഇതും നിങ്ങൾ എടുത്തിട്ടുണ്ടാവുക. പക്ഷെ ഇവരാണ് ഇവിടെ വേറൊരു രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറയണമെന്നും അതിലൂടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ again ഒരു കോംപ്രമൈസ് കൊണ്ടുവരണമെന്നും ആത്മാർത്ഥമായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ മനസ്സ് മുഴുവൻ നിൽക്കുന്ന past lives ലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ആ ഒരു മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ജീവിതം, ആ ഒരു രീതിയിലാണ് ഇവരുടെ മനസ്സ് പൂർണ്ണമായിട്ടും തങ്ങി നിൽക്കുന്നത്. അവിടെ നിന്നും അവർക്ക് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവർ പുറത്തു വരാനോ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഇവരുടെ ഒരു കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെ ഉടക്കി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഉടക്കി നിൽക്കുകയാണ്. അതോടൊപ്പം ഒരു വേദനയും അവർക്ക് അവിടെ നൽകുന്നുണ്ട്. അവർക്ക് ആ ഒരു പ്രണയം മാത്രമല്ല വന്നിരിക്കുന്നത്, ഒരു വലിയ വേദനയും കൂടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നല്ലോ എന്നൊരു ചിന്ത അവരിൽ ഇപ്പോൾ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആദ്യ സമയത്തൊന്നും ആയിരിക്കില്ല ഈ ഒരു കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. റിലേഷൻഷിപ്പിന്റെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ചിലപ്പോൾ കുറച്ച് സമയം ആയി കാണാം. ഒരുപാട് long term ആയവരുടെ ഉണ്ടായിരിക്കാം, ചിലവരുടെ short term ആയതും ഉണ്ടായിരിക്കും. മുന്നോട്ടേക്ക് പോകവെയാണ് അവരിൽ ഈ ഒരു ചിന്തകൾ വന്നിരിക്കുന്നത്. പക്ഷെ അവർ അപ്പോഴും ചിന്തിക്കുന്നത് ഇവർ അന്നും നിങ്ങളുടെ അടുത്ത് ആ ഒരു പ്രവർത്തിച്ചിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ കാരണമാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് long time ആയിട്ട് കാണിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2-3 months അത്രയൊക്കെ ആയിരിക്കും ആയിട്ടുണ്ടാവുക. ഒരുപാട് years കാര്യങ്ങളോ ഒന്നും ആയിട്ടുണ്ടായിരിക്കില്ല. okay. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ person നിങ്ങളോടുള്ള ഒരു feelings എന്താണെന്നുള്ളത് നോക്കുമ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു പുതിയ വിഷനിലൂടെ റിലേഷൻഷിപ്പിനെ നോക്കി കണ്ടുകൊണ്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അതുപോലെ അവരായിട്ട് അടർത്തി മാറ്റിയിരിക്കുന്ന ആ ഒരു ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ അവരായിട്ട് അടർത്തി മാറ്റിയിരിക്കുന്ന ആ ഒരു ഭാഗത്തിനെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. കംപ്ലീഷൻ അവർ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവരാണ് ആ ഒരു ഭാഗം അടർത്തി മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് പൂർണ്ണമായിട്ടും തകർന്നു പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം വീണ്ടും വിളക്കി ചേർക്കുക എന്നുള്ളത് സ്വന്തം ഉത്തരവാദിത്തമാണ്. വളരെയധികം നിശബ്ദമായി ഇരുന്നുകൊണ്ട് തന്നെ
ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് അവർ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് എത്രയും വേഗം പുറത്ത് കടക്കുക എന്നുള്ള ഒരു ചിന്തയും അല്ലെങ്കിൽ ആ ഒരു strong ആയിട്ടുള്ള decision എടുത്തിട്ട് അവിടെ വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു തുടങ്ങിയിട്ടുമുണ്ട്. നിങ്ങളാണ് അവരുടെ ലോകം എന്നുള്ള രീതിക്ക് തന്നെയാണ് അവരിപ്പോ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും അതിന്റെ ഒരു കാര്യങ്ങളിൽ ഒരു തീർപ്പ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു source ന് വേണ്ടിയിട്ട് അവരിപ്പോ ഒരുപാട് try ചെയ്യുകയാണ്. വളരെ വിശ്വാസത്തോടു കൂടിയാണ് ഓരോ നിമിഷവും അവർ മുന്നോട്ടേക്ക് experience ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് അത്രയും വിശ്വാസം ഉണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കും എന്നുള്ളതും അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് അവർക്കുള്ള ആ ഒരു സ്നേഹവും പിന്നെ അവർ ഈ ഒരു universe നെ അത്രത്തോളം വിശ്വസിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ അത്രത്തോളം ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് അവർ പോകുന്നത്. ഇപ്പൊ അവരുടെ life ൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു situations എല്ലാം അവർ ഒരുപാട് experience ചെയ്യുകയാണ് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുകയാണ്. എന്താണ് ഇപ്പൊ life ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം ഒരു mistake കൊണ്ടിട്ട് പോയി ചാടിയ ഒരു രീതി അല്ലെങ്കിൽ ഒരു സ്ഥലമാണല്ലോ ഇത്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം സ്വയം തന്നെ experience ചെയ്യണം, മനസ്സിലാക്കണം അല്ലെങ്കിൽ സ്വയം അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പൂർണ്ണ മനസ്സോടുകൂടി തന്നെ അവർ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ അവിടെ നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല. നിങ്ങളെ കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ person മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സന്തോഷം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു caring ആണെന്നുണ്ടെങ്കിലും support ആണെന്നുണ്ടെങ്കിലും ഇവരിപ്പോ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ depth അല്ലെങ്കിൽ ആ ഒരു തീവ്രത എന്ന് പറയുന്നത് ഇവരിൽ ഓരോ നിമിഷവും കൂടിക്കൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്ന് പറയുന്ന person അവരെ സംബന്ധിച്ചിടത്തോളം ഒരു guidance അല്ലെങ്കിൽ അവർക്കൊരു വഴികാട്ടി ആയിരുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു confusion ഓ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് വിവരം ഉണ്ടായിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കില്ല. നിങ്ങൾ അവർക്ക് പക്ഷെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവരുടെ life ൽ എപ്പോഴും ഒരു positive energy യിലേക്ക് അവരെ എത്തിക്കാറുണ്ട്. അതാണ് നമുക്കിവിടെ guidance കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു positive energy യിലേക്ക് അവരെ എത്തിക്കാറുള്ളത് കൊണ്ട് തന്നെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു situation അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ഇവരുടെ life ൽ വന്നപ്പോൾ നിങ്ങളോട് മറച്ചു വെച്ചത്. അതൊരു സ്വാർത്ഥതയുടെ ഭാഗമായിട്ട് തന്നെയല്ലേ താൻ അത് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസ്ഥ തനിക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അത് experience ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ സ്വയം വരുത്തി വെച്ച കാര്യമാണ് എന്നുള്ള ചിന്ത എന്തായാലും അവർക്ക് സ്വയമായിട്ട് തന്നെ clear ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് relationship ന്റെ കാര്യത്തിൽ ഒരു totality കൊണ്ടുവരണം. നിങ്ങളുമായിട്ട് ഒന്നിച്ച് തന്നെ ഈ ഒരു ബന്ധത്തിന് മുന്നോട്ടേക്ക് പോകണം. ഈ ഒരു രീതിയിലാണ് അവരിപ്പോ ചിന്തിക്കുന്നത്. Okay, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ person ന്റെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു attitude അല്ലെങ്കിൽ ഒരു രീതികൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അവർ പുറമേ കാണിക്കുന്ന രീതികളല്ല ഒരിക്കലും അവരുടെ ഉള്ളിലുള്ളത് എന്നുള്ളത് നമുക്ക് ഈ ഒരു spread ൽ നിന്ന് തന്നെ തീർത്തും വ്യക്തമാണ്. conditioning വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീർത്തും ഇവിടെ പറയാനായിട്ട് സാധിക്കും. ഈ ഒരു വ്യക്തിനെ സ്വാധീനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് ഇവരല്ല മറ്റൊരു situation ആണ് എന്നുള്ളതും. അപ്പൊ അതിന്റെ ഭാഗം കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു രീതിയിൽ പെരുമാറിയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ചിലർക്ക് മാത്രമായിട്ടൊക്കെ അത് അറിയാവുന്ന കാര്യങ്ങളും ആയിരിക്കും. ഇങ്ങനത്തെ situation ഉണ്ട് എന്നുള്ളതും ഇവരല്ല ഇത് പറയുന്നത്, ഇവരുടെ തീരുമാനമല്ല നിങ്ങളോട് കാണിച്ചിരിക്കുന്നത്, അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ഇഷ്ടമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടായിരിക്കാം. Okay. അപ്പൊ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു intuition എന്ന് പറയുന്നത് തീർത്തും correct ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് കിട്ടുന്നത്. കാരണം ഇവർക്ക് ഒരിക്കലും നിങ്ങളോട് സ്നേഹമില്ലാത്തവരല്ല. Lovers energy വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നവർ തന്നെയാണ്. എത്രയും വേഗം ഒരു transformation ഒരു change വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അവരിപ്പോ ചെയ്യുന്നുണ്ട്. Okay, അപ്പൊ ഈ ഒരു രീതിയിലാണ് അവരുടെ ഒരു ചിന്തകളൊക്കെ നടക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചൊരു oracle card കൂടെ നോക്കാം. അവരുടെ ഒരു feelings ന്റെ ഒരു depth എത്രത്തോളം ആണ് എന്നുള്ളത് നമുക്കൊന്ന് clarity ക്ക് വേണ്ടി എടുക്കാം. Unexpected, timing card, attract, illusion, confusion, self-care energy, trust divine time, reflecting shadow work. The last one is love and kisses ആണ് കിട്ടിയിരിക്കുന്നത്. Okay, unconditional love ആണ് വന്നിരിക്കുന്നത്. And strong soulmate ആണ് നമുക്കിവിടെ bottom of the deck ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു strong ആയിട്ടുള്ള soulmate connection ഉള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ഒരുപാട് attract ആകുന്നുണ്ട്. ഇവിടെ love and kisses എന്ന് പറയുമ്പോൾ അവർ നിങ്ങളിലേക്ക് ഒരുപാട് deep ആയിട്ട് ആ ഒരു connection ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് ഒരു attraction അവർക്ക് തോന്നുന്നുണ്ട്. Unconditional loving ആണ് വന്നിരിക്കുന്നത്.
റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ തടസ്സങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ നിങ്ങളിലേക്ക് ഡീപ്പ് ആയിട്ട് അട്രാക്ട് ആവുക അല്ലെങ്കിൽ ആഴ്ന്നിറങ്ങുക ഈ ഒരു സ്നേഹത്തിലേക്ക് എന്നൊരു ചിന്ത തന്നെയാണ് ഇവരിലുള്ളത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവരെയും ഒരുപാട് കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇത്രയും ഒരു പ്രശ്നങ്ങളിലേക്ക് ആകും എന്നുള്ള രീതിക്ക് ആയിരിക്കില്ല ഈ ഒരു സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് അവർ അകപ്പെട്ടു പോയിരിക്കുന്നത്, നിങ്ങളോട് ഈ ഒരു രീതിയിൽ അവർക്ക് പെരുമാറേണ്ടി വന്നിരിക്കുന്നത്. അതിൽ അവർ തന്നെ ഒരു കൺഫ്യൂഷൻ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരു ഫാന്റസി വേൾഡിൽ, അതുകൊണ്ടാണ് ഇവിടെ ബിയോണ്ട് ഇല്യൂഷൻ നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. മിഥ്യകൾക്കും അപ്പുറത്തും ചിന്തിക്കുന്ന ഒരു രീതി. എന്നാൽ അതിൽ നിന്നെല്ലാം ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിന്നെല്ലാം തന്നെ കംപ്ലീറ്റ്ലി മാറി ആ ഒരു സെൽഫ് കെയർ എനർജിയിലേക്ക് ഇവർ എത്രയും വേഗം എത്താനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതിലൂടെ ഇവിടെ ട്രസ്റ്റ് ആൻഡ് ഡിവൈൻ ടൈം നമുക്ക് ടൈമിംഗ് കാർഡ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. രണ്ട് എനർജി ഒരുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സോൾ കണക്ഷൻ നിങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡിവൈൻ ടൈം ആണ് ഇനി മുന്നിലേക്ക് വരാനിരിക്കുന്നത്. അത് തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിലും ഈ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണെങ്കിലും പൂർണ്ണമായിട്ട് ഒരു മാറ്റം വരുത്തിയിട്ട് സ്വയം ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം ആ ഒരു റീചാർജിങ് ചെയ്തിട്ട് നമുക്ക് again ഇവിടെ വന്നിരിക്കുന്നത് ചേഞ്ചും ട്രാൻസ്ഫോർമേഷന്റെയും മറ്റൊരു വേർഷൻ ആണ്. അപ്പൊ എത്രയും വേഗം ആ ഒരു സെൽഫ് കെയറിലേക്ക് എത്തിയിട്ട് മറ്റൊരാളുടെ നിയന്ത്രണത്തിലേക്ക് നിന്ന് കൊടുക്കാതെ സ്വന്തം കാര്യങ്ങളെ സ്വയം തന്നെ നിയന്ത്രിച്ചു കൊണ്ടിട്ട് ഇതിലേക്ക് ആഴ്ന്നിറങ്ങണം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് സ്വയം തീരുമാനമെടുത്ത് തന്നെ ഇതിനെ ചേർത്ത് പിടിക്കണം. ആ ഒരു ടൈം തന്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ഒരു goal ആണ് തന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് എന്ന് അവർ ചിന്തിക്കുകയാണ്. അതുപോലെ ഇവിടെ ഷാഡോ വർക്ക് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു ഹെർമിറ്റ് എനർജിയിലാണ് കംപ്ലീറ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സോൾ സെർച്ചിങ്ങിലാണ്. അവരുടെ സോൾ അവർക്ക് നഷ്ടപ്പെട്ടു എന്നൊരു ചിന്ത. എന്ന് വെച്ചാൽ അവരുടെ മനസ്സിനെ തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു എന്നൊരു ചിന്ത. അതോടൊപ്പം നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സോൾ മേറ്റിനെയും അവർക്ക് നഷ്ടപ്പെട്ടു എന്നൊരു ചിന്ത. ഇതുവരെ ആഴത്തിൽ വേദനിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ പറഞ്ഞ പോലെ ആ ഒരു സോറോ എനർജി, ഒരു ഹെർമിറ്റ് എനർജിയിലൂടെ പോവുകയാണ് ഇവര്. എത്രത്തോളം ഹെർമിറ്റ് എനർജിയിലൂടെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തണം, അത്രത്തോളം ഒരു അഡിക്ഷൻ നിങ്ങളിലേക്ക് അവർക്ക് ഉള്ളതായിട്ട് തന്നെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവർക്ക് അൺകണ്ടീഷണൽ ലവ് ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങൾ ഇത്രത്തോളം നടന്നപ്പോഴേക്കും. ഇവർ ഇത്രയും വേഗം നിങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് പോയത് നിങ്ങൾ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾക്കൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ അതിന്റെ ഒരു കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഒരിക്കലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ലാത്ത ഒരു വ്യക്തിയല്ല. അവർ നിങ്ങളോട് കാണിച്ചിരിക്കുന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഈ ഒരു മനോഭാവം എന്ന് പറയുന്നത് അവരുടെ സാഹചര്യം കൊണ്ടിട്ട് അവർക്ക് പെരുമാറേണ്ടി വന്നിരിക്കുന്ന രീതികളായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ആ സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെ മാറ്റാനുള്ള ഒരു ടൈം ആയി, ആ ഒരു ഡിവൈൻ ടൈം ആയി. വളരെയധികം ട്രസ്റ്റ് ആണ്, വളരെയധികം വിശ്വാസത്തോടു കൂടി ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും റിലീസ് ആയി എത്രയും വേഗം പുറത്ത് കടന്നതിന് ശേഷം റിക്കവറി, നിങ്ങളെ എത്രയും വേഗം വീണ്ടെടുക്കണം എന്നൊരു ചിന്ത, ഇതിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഒരുപോലെ തന്നെ മ്യൂച്വൽ ഫീലിങ്സ് ആണ് വന്നിരിക്കുന്നത്. ഫീലിങ്സ് തോന്നുന്നുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അവരെന്താണോ ഫീൽ ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്കും അറിയാനായിട്ട് സാധിക്കും. അവരുടെ നെഞ്ചവിടെ വിങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു വൈബ്രേഷൻ നിങ്ങളുടെ ഒരു ബോഡിയിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് വിങ്ങുന്ന സമയത്ത് അവർക്കും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് അവരെ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു സ്പിരിച്വൽ ഡിവൈൻ കണക്ഷൻ ഉള്ളത് കൊണ്ടിട്ടാണ്. അപ്പൊ അത്രത്തോളം ഒരു കണക്ഷൻ നിങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വിട്ടു പോകുന്നവരല്ല നിങ്ങൾ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മറ്റാരൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ വന്ന് കളിച്ച് നിങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ നോക്കി എന്ന് പറഞ്ഞാലും ഒരിക്കലും ഈ ഒരു ഡിവൈൻ ആയിട്ട് ഒന്നിപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ അവർക്ക് ആർക്കും വേർപെടുത്താനായിട്ട് സാധിക്കില്ല. ഒരു ഷോർട്ട് ടൈമിലേക്ക് വേണമെങ്കിൽ മാത്രം അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നുള്ളതല്ലാതെ വീണ്ടും വീണ്ടും നിങ്ങൾ ആ ഒരു മുറി കൂടുക എന്ന് പറയുന്നത് പോലെ കൂടിച്ചേരുക തന്നെ ചെയ്യും. അതുപോലെ ഒരു കണക്ഷൻ ആണ് നിങ്ങൾക്കിടയിൽ ഉള്ളത്. കാരണം നിങ്ങളുടേതെന്ന് പറയുന്ന ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. അല്ലാതെ ഈ ഒരു ജന്മത്തിൽ രണ്ട് വ്യക്തികൾ, രണ്ട് ശരീരങ്ങൾ അല്ലെങ്കിൽ മനസ്സുകൾ മാത്രമായിട്ട് ചേർന്നിരിക്കുന്നവരല്ല. ആ ഒരു മുജ്ജന്മ ബന്ധം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കണക്ഷൻ ആണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു രീതികൾ, ആറ്റിറ്റ്യൂഡ്, കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിരിക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ പേഴ്സണുമായിട്ടൊക്കെ ഈ ഒരു ക്ലൂസിന് കൂടെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. 1982 വന്നിട്ടുണ്ട്. കെ എന്നൊരു ലെറ്റർ, 22 ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്റ്റ്, ജി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്.
28 ഏരീസ്, തൃക്കേട്ട എന്നൊരു സ്റ്റാർ, പൂരാടം എന്നൊരു സ്റ്റാർ, മെയ് എന്നൊരു മന്ത്, 1988, ഡി എന്നൊരു ലെറ്റർ, എസ് എന്നൊരു ലെറ്റർ, അനിഴം എന്നൊരു സ്റ്റാർ, പി എന്നൊരു ലെറ്റർ, 28, ഉത്രം, 36, കെ എന്നൊരു ലെറ്റർ, വി എന്നൊരു ലെറ്റർ, തിരുവാതിര, ബി എന്നൊരു ലെറ്റർ, എ എന്നൊരു ലെറ്റർ, ജൂലൈ മന്ത്, കൊല്ലം ഡിസ്ട്രിക്റ്റ്, കാപ്രിക്കോൺ സോഡിയാക് സൈൻ, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് രോഹിണി എന്നൊരു സ്റ്റാർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്കത് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.